الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. റഹ്മാനായ അല്ലാഹുവേ, പ്രപഞ്ചസൃഷ്ടാവായ പടച്ചവനെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട ശഅബാനിൽ നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങൾ, ഞങ്ങളുടെ ഭവനങ്ങൾ, ഞങ്ങളുടെ സമ്പത്തുകളെല്ലാം നീ അനുഗ്രഹങ്ങൾ ധാരാളം നൽകണേ പടച്ചവനെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന വിഷയം അല്ലാഹു വലിയ അനുഗ്രഹങ്ങൾ ചെയ്യപ്പെടാനുള്ള രണ്ട് നാമങ്ങളെ കുറിച്ചാണ്. ഈ രണ്ട് ഇസ്മുകൾ നിങ്ങൾ ചൊല്ലിയാൽ വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു ശാന്തി നൽകുന്നതാണ്. അതുപോലെ അല്ലാഹു നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാക്കുന്നതാണ്. സമ്പാദ്യത്തിൽ അല്ലാഹു വർദ്ധനവ് നൽകുന്നതാണ്. സമ്പത്തിൽ അല്ലാഹു വർദ്ധനവ് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇസ്മിനെ നിങ്ങൾ ഏതൊരു ഉദ്ദേശം വെച്ച് ചൊല്ലിക്കൊണ്ടോ നിങ്ങൾ ഇരുന്നാൽ അല്ലാഹു നിങ്ങളുടെ ഉദ്ദേശം പൂർണ്ണമാക്കി തരുകയാണ്. ഈ ഒരു മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു, ഈ ഒരു ഈശ്വരനെ എന്തെങ്കിലും ഉദ്ദേശം വെച്ചുകൊണ്ട് രോഗമുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവർ എന്റെ രോഗം മാറ്റണേ എന്ന് പറഞ്ഞ് 7 ദിവസം തുടർച്ചയായി ഈ മഹത്തായ നാമത്തെ, ഈ മഹത്തായ ഈശ്വരനെ നിങ്ങൾ ചൊല്ലിയാൽ അവന്റെ ഏത് രോഗമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ശിഫ നൽകുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അങ്ങനെ ഏതൊരു ഉദ്ദേശം വെച്ചിട്ടാണോ ഈ മഹത്തായ നാമത്തെ നിങ്ങൾ ചൊല്ലുന്നത്, കടക്കാറുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, വിദേശ രാജ്യത്ത് പോകാൻ നിൽക്കുന്നവരുണ്ട്, ജീവിതത്തിന്റെ പല മേഖലകളിലും പ്രയാസപ്പെടുന്നവരുണ്ട്, നിങ്ങളുടെ വിഷമങ്ങൾ അല്ലാഹു മാറ്റിത്തരാൻ വേണ്ടിയിട്ട് ഇഖ്ലാസോടെ ഈ ഇസ്മിനെ നിങ്ങൾ ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വിജയം നിങ്ങൾക്ക് നൽകുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ. ഈ ശഅബാൻ മാസം മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണ്. അടുത്ത നമ്മുടെ മാസമാണ് റമദാനിന്റെ ഉമ്മത്തിന്റെ മാസമാണ് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞ് 3-ാം ദിവസം എല്ലാ സഹാബാക്കളും സങ്കടത്തോടെ ഇരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുണ്ട്, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഉണ്ട്. എല്ലാവരും ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടത്തോഴനാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ലയോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ, നമുക്കൊരു വിഷമം വരുമ്പോൾ, നമുക്കൊരു പ്രയാസം വരുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നമ്മൾ ചെന്ന് പറയുമായിരുന്നു. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ വിഷമത്തോടൊപ്പം ചേരുമായിരുന്നല്ലോ. അബൂബക്കർ തങ്ങളെ, ഇന്ന് മുതൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരം ഖബർ ശരീഫിന്റെ ഉള്ളിലാണല്ലോ തങ്ങളെ. ഈ പരിശുദ്ധമായ റൗള ശരീഫിന്റെ ഉള്ളിൽ കിടന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദനപ്പെടുന്ന സമയം എപ്പോഴാണ് അബൂബക്കർ തങ്ങളെ എന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം എപ്പോഴാണ് വേദനിക്കുന്നത്, എപ്പോഴാണ് വേദനിക്കുന്നതെന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. കാരണം ജാബിർ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ കാരണമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടത്തോഴനാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടയാളാണ്. അത് സഹാബത്തിന് അറിയാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷമം വരുന്ന സമയങ്ങളെക്കുറിച്ച്. അതുകൊണ്ടാണ് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് ചോദിക്കപ്പെട്ടത്. ഉടൻ തന്നെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട സഹാബത്തിനെ മൊത്തം വിളിക്കാൻ പറയുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ പോയി എല്ലാ സഹാബത്തിനെയും വിളിച്ചു കൊണ്ടുവരാൻ പറയുകയാണ്. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു കടന്നു ചെന്ന് മദീനത്തുള്ള മുഴുവൻ സഹാബാക്കളെയും വിളിക്കുകയാണ്. എല്ലാവരും കടന്നു വരുന്നു. ആരുടെ മുന്നിലെന്നറിയാമോ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുന്നിലേക്ക്. എല്ലാ ഭൂരിഭാഗം സഹാബാക്കളും മദീന പള്ളിയിൽ ഉണ്ടായിരുന്നു. ചില സഹാബാക്കൾ എന്തോ ആവശ്യങ്ങൾക്ക് മാത്രം പുറത്തുപോയവരെയും വിളിപ്പിച്ചു. എന്നിട്ട് സഹാബാക്കളോട് മുഴുവൻ പറയുകയാണ്, അല്ലയോ സഹാബാ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ
ഞങ്ങളെ വിളിപ്പിച്ചത്. ഒരിക്കൽ ഞാനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങൾ പറയുന്നു, ഒരിക്കൽ ഞാനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിക്കുമ്പോൾ മുത്തുനബി തങ്ങൾ എന്നോട് പറഞ്ഞു, ഞാൻ ഈ ദുനിയാവിന്റെ പുറത്തു നിന്ന് വിട പറഞ്ഞാലും എന്റെ ഉമ്മത്തിന്റെ ചില കാര്യങ്ങൾ കണ്ട് എന്റെ മനസ്സ് പൊട്ടിക്കരഞ്ഞു പോകും. എന്റെ സമുദായത്തിന്റെ ചില വിഷയങ്ങൾ കണ്ട് ഞാൻ വിഷമിച്ചു പോകുന്നതാണെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് സഹാബ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഈ കാര്യം പറയുമ്പോൾ സഹാബാക്കളുടെ മനസ്സ് മുഴുവൻ വേദനിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ ശരീഫിനുള്ളിലാണ് കിടക്കുന്നത്. സങ്കടപ്പെടുമോ? അല്ലാഹുവിന്റെ റസൂൽ സങ്കടപ്പെടുകയോ? സഹാബാക്കൾ ചോദിക്കുകയാണ്, അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരുമോ സിദ്ദീഖ് തങ്ങളെ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട തോഴൻ പറഞ്ഞു കൊടുക്കുകയാണ്, സഹാബ, ഈ ദുനിയാവിന്റെ പുറത്തുകൂടി നമ്മൾ കടന്നു പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഓർക്കാതെ കടന്നു പോകുന്ന ഒരു സമയം ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അവിടുത്തെ മുഴുവത്തുകൾ മറന്നു പോവുകയാണ്, അവിടുത്തെ സുന്നത്തുകൾ മറന്നു പോവുകയാണ്, അവിടുത്തെ ചര്യകൾ നമ്മൾ മറന്നു പോവുകയാണ്. അങ്ങനത്തെ ഒരു സമയം നമുക്ക് വന്നാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിൽ പെട്ടവർ നരകത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അനുസരിക്കാതെ കടന്നു പോകുമ്പോൾ, ആ മുത്തുനബിയെ ഓർക്കാതെ കടന്നു പോകുമ്പോൾ നരകത്തിന്റെ പ്രവർത്തനങ്ങൾ ഉമ്മത്ത് ചെയ്യുമ്പോൾ അതിൽ എന്റെ ഉമ്മത്ത് പെട്ടുപോകുമോ എന്നോർത്ത് അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞു പോകുന്നതാ. കണ്ടോ പ്രിയപ്പെട്ടവരെ, എന്റെ സമുദായത്തിന്റെ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകൾ തള്ളിക്കൊണ്ടുള്ള ജീവിതം സമുദായം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവർ നരകത്തിൽ പോകുമോ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയന്നു പോവുകയാണ്. നബി തങ്ങൾ ഖബറിൽ കിടന്നുകൊണ്ട് വിഷമിക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്. എന്നാരാ പറഞ്ഞത്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. മൊത്തായ തങ്ങളുടെ ഉമ്മത്തിൽ പെടാൻ പറ്റിയല്ലോ, അത് എത്ര വലിയ ഭാഗ്യമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണ്ടും പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കാൻ പറ്റണേ. ആദ്യം റബ്ബിനെ വഴിപ്പെടട്ടോളൂ, ആദ്യം നിങ്ങൾ റബ്ബിനെ വഴിപ്പെടട്ടോളൂ. എന്നാൽ മൊത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിപ്പെടാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മരിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് തിരിച്ചുകൊണ്ട് മരിക്കാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വഴിപ്പെടുക. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവിനെ വഴിപ്പെടുക എന്നുള്ളത് 4 കാര്യങ്ങളിലൂടെയാണ്. 4 കാര്യങ്ങളിലൂടെയാണ് അല്ലാഹുവിനെ വഴിപ്പെടുക എന്നുള്ളത്. ഇങ്ങനെ ചെയ്യുന്നവർ വിജയിച്ച സഹാബ. അതിലൊന്നാമത് നമസ്കാരമാണ്. അപ്പോൾ നമസ്കാരം നമ്മൾ ഒഴിവാക്കില്ലേ ഒരു കാരണവശാലും സഹോദരങ്ങളെ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കാര്യം കുടുംബബന്ധം മുറിക്കുന്നവരാണ്. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കുന്നതാണ്. നമസ്കാരം ആരും ഒഴിവാക്കരുത്. അതുപോലെ തന്നെ ദീനിന്റെ കാര്യങ്ങൾ മുറുകെ പിടിക്കണം, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം. ഞാനിത് പറയാനുണ്ടായ കാരണം പരിശുദ്ധ ശഅബാനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനി നമ്മൾ മുന്നിൽ വരാൻ പോകുന്നത് പരിശുദ്ധമാക്കപ്പെട്ട റമളാനാണ്. പരസ്പരം ഇബാദത്തുകളിലൂടെയും സ്നേഹങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും കുടുംബബന്ധങ്ങൾ ചേർത്തുകൊണ്ട് അല്ലാഹു അതിനെല്ലാം നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അതുകൊണ്ട് ഒരാണ് നമസ്കാരം ഒഴിവാക്കല്ലേ മുഅ്മിനീങ്ങളെ. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ വിഷമിപ്പിക്കുന്നതാണ്. കാരണം സമുദായം നരകത്തിൽ പോകുമോ എന്ന് ഹബീബായ നബി തങ്ങൾക്ക് വല്ലാത്ത വിഷമമാണ്. ഞാൻ പറയാൻ പോകുന്ന വിഷയം ഒരു മഹത്തായ ഇസ്മിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നമ്മൾ ഇസ്മുകൾ ചെയ്താൽ അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നതാണ്. ഞാൻ പറയാൻ പോകുന്ന വിഷയം നമ്മൾ കുളിച്ചതിന് ശേഷം, കുളി കഴിഞ്ഞു വന്നതിന് ശേഷം, അതായത് നമ്മൾ കുളിച്ച് വൃത്തിയായി വന്നതിന് ശേഷം അല്ലാഹുവിന്റെ ഇസ്മായ യാ മുഹീമിനു യാ അല്ലാഹ്
يا مهيمن يا الله 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 എന്ന ഈ ഇസ്മിനെ 100 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽബിനെ പ്രകാശിപ്പിക്കും. ഒരു മോശത്തരവുമില്ലാതെ പ്രകാശിപ്പിക്കുന്ന ഹൃദയമാക്കി അവന്റെ കൽബിനെ അല്ലാഹു മാറ്റുന്നതാണ്. ടെൻഷനുകളും വിഷമങ്ങളെല്ലാം അല്ലാഹു അവന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദിക്ർ നിങ്ങൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു നല്ല ശാന്തി നൽകുന്നതാണ്. എത്രയോ പേര് മനസ്സിന് സമാധാനമില്ലാത്തവരുണ്ട്. ഈ ദിക്ർ നിങ്ങൾ ധാരാളം ചൊല്ലിക്കോ. അല്ലാഹു ഹൃദയത്തിലുള്ള ടെൻഷനും വിഷമങ്ങളൊക്കെ അല്ലാഹു മാറ്റി തരുന്നതാണ്. പിരിമുറുക്കങ്ങൾ അല്ലാഹു ഇല്ലാതെയാക്കുന്നതാണ്. പ്രതിസന്ധികൾ അല്ലാഹു മാറ്റി തരുന്നതാണ്. ഇത് മാത്രമല്ല, അവന്റെ ജീവിതം ഐശ്വര്യത്തിലാക്കി അല്ലാഹു കൊടുക്കുന്നതാണ്. നല്ല ജോലി അല്ലാഹു നല്ല ജോലി ഇല്ലെങ്കിൽ അല്ലാഹു നല്ല ജോലി നൽകുന്നതാണ്. ഖൈറായ സമ്പാദ്യമില്ലേ, ഈ ഇസ്മിനെ ധാരാളം ചൊല്ലിക്കോ. യാ മുഹൈമിൻ യാ അല്ലാഹ് യാ മുഹൈമിൻ യാ അല്ലാഹ്. അല്ലാഹു സമ്പത്തിൽ വർദ്ധനവ് നൽകുന്നതാണ്. റഹ്മാനായ റബ്ബ് ജനങ്ങൾക്കിടയിൽ നല്ല ഉയർച്ച അല്ലാഹു നൽകുന്നതാണ്. അവനെ അല്ലാഹു പ്രതാപശാലിയാക്കുന്നതാണ്. മറ്റുള്ളവരെ കാണുമ്പോൾ അവനെ ബഹുമാനിക്കുന്ന രീതിയിലേക്ക്, ആ പട്ടികയിലേക്ക് അല്ലാഹു ആ പട്ടികയിലേക്ക് അവനെ ഉയർത്തുന്നതാണ്. ആരും തന്നെത്താഴ്ത്തി അവനെ കാണാൻ കഴിയുകയില്ല. ഈ മഹത്തായ ഇസ്മിന്റെ ഒരു മഹത്വം അതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഇസ്മാണ് യാ ബാരിഉ യാ അല്ലാഹ് 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 യാ ബാരിഉ യാ അല്ലാഹ്. ഈ ഇസ്മിനെ എന്തെങ്കിലും ഉദ്ദേശം വെച്ചുകൊണ്ട് രോഗമുള്ളവരോ, എന്തെങ്കിലും നിങ്ങൾക്ക് ഉദ്ദേശം വെച്ചുകൊണ്ട് രോഗമുള്ളവരുടെ രോഗം ശിവയാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം വെച്ചുകൊണ്ട് 7 ദിവസം തുടർച്ചയായി 100 പ്രാവശ്യം ചൊല്ലിയാൽ, 7 ദിവസം 100 പ്രാവശ്യം ചൊല്ലിയാൽ ഏത് രോഗമാണ് മാറാനുള്ളത് ഉദ്ദേശിച്ച് ആ രോഗം അല്ലാഹു മാറ്റിക്കൊടുക്കുന്നതാണ്. എത്രയോ പേര് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. ഈ നാമം നിങ്ങൾ ചൊല്ലി അല്ലാഹുവിനോട് ചോദിച്ചാൽ ആ രോഗം അല്ലാഹു ശിഫയാക്കുന്നതാണ്. ഈ ഒരു ഇസ്മിനെ വെള്ളിയാഴ്ച ദിവസം യാ ബാരിഉ യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ്. ഈ ഒരു ഇസ്മിനെ വെള്ളിയാഴ്ച ദിവസമാണ് ഒരാൾ 100 തവണ ചൊല്ലുന്നതെങ്കിൽ, ഈ ഒരു മഹത്തായ ഇസ്മിനെ യാ ബാരിഉ യാ അല്ലാഹ് എന്ന ഈ ഇസ്മിനെ ഒരാൾ വെള്ളിയാഴ്ചയാണ് 100 പ്രാവശ്യം ചൊല്ലുന്നതെങ്കിൽ അവൻ ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരില്ല. ഒരു നേരം പോകുകാരൻ അല്ലാഹു അവന് ആ ഖബറിൽ നൽകുന്നതാണ്. അത്രത്തോളം മഹത്വമുള്ള ഇസ്മാണ്. അതായത് ഒരു കൂട്ടുകാരൻ അല്ലാഹു നൽകുന്നതാണ്. മഹത്തുക്കളായ പണ്ഡിതന്മാരെ നമുക്ക് പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരാവശ്യം നിങ്ങൾക്ക് നടക്കണമെങ്കിൽ ഈ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ ഈ ഈശ്വര നിങ്ങൾ ചൊല്ലുക. ഒരുപാട് മുറാദുകൾ ഹാസിലാക്കാനുള്ളവർ നമ്മളെ കൂട്ടത്തിലുണ്ട്. പഠിച്ചവരെ, ഞങ്ങളെ സകല മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഭവനമില്ലാത്തവരുണ്ട്, കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, വിദേശ രാജ്യത്ത് പോകാൻ നിൽക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ രോഗികളുണ്ട്, വീടില്ലാത്തവരുണ്ട്. മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ ഇഖ്ലാസോടെ നിങ്ങൾ ഈ മഹത്തായ ഇസ്മിനെ ചൊല്ലിയാൽ അല്ലാഹു വലിയ വിജയങ്ങൾ നൽകുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമർ റഹീമായ അല്ലാഹുവേ, റഹ്മാനായ അല്ലാഹുവേ, നിങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതിന്റെ മിഥ്യ സവാബിൽ നിന്ന് മരണപ്പെട്ടോട് ഖബറിലെത്തിച്ചവരുടെ ഖബറുകളെ സ്വർഗ്ഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ്. റബ്ബേ, ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ എത്രയോ പേര് വാടക വീടുകളിലാണ്, സ്വന്തമായി ഭവനം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. എത്രയോ മുഅ്മിനീങ്ങൾ കടം കൊണ്ട് വലയുന്നവരുണ്ട് റബ്ബേ. അവർക്ക് നീ അവരുടെ കടങ്ങൾ വീഴാനുള്ള വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലി ഇല്ലാത്തവരുണ്ട് റബ്ബേ, ജോലി നൽകണേ അല്ലാഹ്. ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരുണ്ട് റബ്ബേ, സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങൾ പലരും കടക്കാരാണ് റബ്ബേ, ഞങ്ങളെ കടങ്ങൾ വീട്ടി തരണേ അല്ലാഹ്. എത്രയോ പേര് ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവരുണ്ട്, സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ്. പഠിച്ചവരെ സന്തോഷത്തോടെ, സൗന്ദര്യത്തോടെ, സമ്പത്തോടെ തിരിച്ചു വരാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിനെല്ലാം ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്.
തന്ന ശരീരങ്ങളുടെ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട്, ബ്രെയിൻ ട്യൂമർ, ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. പടച്ചവരേ, ഓരോ കാര്യങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും വലിയ വലിയ പദവികൾ അലങ്കരിക്കുന്നവരാക്കി മാറ്റണേ അല്ലാഹ്. നല്ല ഓർമ്മശക്തി നൽകണേ അല്ലാഹ്. ബുദ്ധിപൂർവ്വം നൽകണേ അല്ലാഹ്. ഒരു പലരും രോഗികളാണ്, രോഗം ശിഫയാക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ അവരെ ഞങ്ങളെല്ലാം കാക്കണേ അല്ലാഹ്. എല്ലാ മേഖലകളിലും ഖൈറുകളും സന്തോഷങ്ങളും നിലനിർത്തണേ അല്ലാഹ്. പരിശുദ്ധ ശഅബാൻ മാസത്തിലെ ഏതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഈ കരങ്ങൾ നിന്നിലേക്ക് ഉയർത്തി ഞങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.